മരുന്ന് കഴിക്കാൻ പിന്നെ എന്താണ് ആവശ്യപ്പെട്ട് രോഗികൾ വരുന്ന സമയത്ത് 10 മരുന്ന് എഴുതി കൊടുക്കും. എന്നിട്ട് എന്താ അതിന് 5 എണ്ണം മാത്രമേ മെഡിക്കൽ കോളേജിൽ ഉണ്ടാവുള്ളൂ. 5 എണ്ണം അന്വേഷിച്ച് ലോകം നടക്കും. അത് റീഇംബേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനേക്കാളും പ്രാവശ്യം ക്യൂ നിൽക്കണം. ഇതാണ് കേരളത്തിലല്ല പൊതുവായ സംവിധാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയെങ്കിലും നമ്മുടെ സംവിധാനത്തെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു തന്മയത്വം വേണം. ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് ഒരു തന്മയത്വം, ഒരു പ്രശ്നം ഉണ്ടായാൽ അതിനെ കൈകാര്യം ചെയ്യാൻ ഒരു തന്മയത്വത്തോട് കൈകാര്യം ചെയ്യേണ്ടത്. ഞാൻ ഇവർ കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല കേട്ടോ, കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മളങ്ങനെ വെറുതെ ഒരു കാര്യം സംഭവിച്ചു അതിനുവേണ്ടി ഇങ്ങനെ കുറ്റപ്പെടുത്തി അതാണ് മന്ത്രിക്കെതിരെ പറയുക എന്നുള്ളതൊന്നും അല്ലല്ലോ. പക്ഷേ എന്താണ്, മാറ്റം വരണം. അത് മാറ്റം വന്നില്ലേ അത് പറഞ്ഞു കൊടുക്കാനുള്ള ആൾക്കാർ അതിന് പറഞ്ഞു കൊടുക്കണം. നിങ്ങളിങ്ങനെ പെരുമാറരുത്. ഇത് ഞാൻ പറയുന്നത് അറിയോ, പണ്ടുകാല കാരണന്മാർ പറയും നിങ്ങളൊരു തെറ്റ് ചെയ്താൽ ചൂണ്ടിക്കാണിച്ചാൽ പിന്നെ ചെയ്യാത്തത്. പണ്ടൊക്കെ തെറ്റിയ സമയത്ത് ഇതുപോലെ മാധ്യമങ്ങളെയും മറ്റവരെയും ചീത്ത പറഞ്ഞ സമയത്ത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ നേതാവോ ഏതെങ്കിലും ഒരു മന്ത്രിസഭയിലെ മന്ത്രിമാരോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ ഇതിങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഇനി ഈ അവസ്ഥ ഉണ്ടാവില്ല. ഇനിയെങ്കിലും തിരുത്തിയിട്ടുണ്ടെങ്കിൽ നല്ലതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.